പാലിച്ചുകൊണ്ട് സംസ്ഥാന വിജയത്തിലെത്തിക്കാൻ വരാമെന്ന 2025 ഏറ്റവും പ്രധാനപ്പെട്ട 150 പ്രോഗ്രാമിന്റെ കലക്കല ആ പ്രോഗ്രാം ഉദ്ഘാടനം, അതുകൂടാതെ 2026 ജനുവരി നടക്കുന്ന കോടീശ്വരന്മാരെ ലക്ഷത്തിൽ തിരിച്ചുകൊണ്ട് വരുന്നവരെ പ്രോഗ്രാം ബഹുമാനപ്പെട്ട എന്റെ MP, നമ്മുടെ MP വരികയാണ്. പാവങ്ങളുടെ പടനായകൻ വരികയാണ്. എന്റെ പ്രോഡക്റ്റിന് വില 1500-ൽ 1 രൂപ പോലും ഞാൻ കൂട്ടാൻ അനുവദിക്കില്ല, കൂട്ടുകയില്ല. കഴിഞ്ഞ 11 വർഷമായിട്ട് പണത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പണത്തിന് പോയിച്ചോണ്ട് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടില്ലേ? പക്ഷെ ഇന്നൊന്നും എന്താണ് ഇവിടെ വില? 1500. നമ്മുടെ ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിന് ജീവനുണ്ടോ കഴിയല്ലേ? അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം സാർ ഉല്ലാസാണ് ഈ ബെസ്റ്റ് ലീഡർ. കാരണം മിക്ക തീരുമാനങ്ങളും അച്ചീവ്മെന്റ് ആകുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പൊ കേരള ഗവൺമെന്റിന്റെ ഈ ബിസിനസ് ചെയ്യുന്നതിനുള്ള അവകാശം നമുക്ക് തന്നിരിക്കും. അപ്പൊ ധൈര്യമായിട്ട് ഈ ബിസിനസ് ഏത് വ്യക്തിക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ ഫസ്റ്റ് 50,000 വാങ്ങിക്കാൻ അവർ 1.5 വർഷം കഷ്ടപ്പെട്ടു. ആ 50,000 1 ലക്ഷം ആക്കാൻ ഒറ്റ മാസം മതിയായിരുന്നു. മനസ്സിലായി? അത് ഒക്ടോബർ മാസം നടന്നു. നവംബർ മാസം നോക്കിയപ്പോൾ ആഗസ്റ്റ് മാസം 50,000 വാങ്ങിച്ചവർ ഡിസംബർ മാസം 1,47,000 വാങ്ങിക്കുന്നു.
ഞാൻ ജെസ്സി മാഡം വിളിക്കാൻ കാരണം ജെസ്സി മാഡം ഒരു ലീഡർ അല്ലായിരുന്നു, ഒരു പേഷ്യന്റ് ആയിരുന്നു അല്ലേ. പേഷ്യന്റ് ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച് കളിച്ചവര് ഇന്ന് താഴെ 10 സ്റ്റാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത് എനിക്ക് ഇപ്പൊ 10 സ്റ്റാർ വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ വർഷം അവരുടെ എനിക്ക് 10 ലക്ഷം രൂപ. ഒരു ടാക്ക് വന്നു, സ്ട്രോക്കിന് ഹെയ്ലാൻഡ് പ്രോഡക്ട്സ് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്, സ്ട്രോക്കിന് മെഡിസിൻ എന്ന് പറഞ്ഞു. യെസ് ആണോ? സ്ട്രോക്കിന് ബെസ്റ്റ് മെഡിസിൻ ആണോ ഇല്ലയോ? അല്ലേ സാറേ? സാറ് പറയും അല്ലേ സാർ? സോ ഹെയ്ലാൻ ഇപ്പൊ ഒട്ടുമൊത്തം നോക്കിയാൽ ഹെയ്ലാൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ പോലെ ആയിപ്പോയി. ഓരോരുത്തരും ഹെയ്ലാൻ ഒരു ഹോസ്പിറ്റൽ പോലെ, ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡോക്ടേഴ്സ് പോലെ. യെസ് ആണോ? യെസ് ആണോ? പറയാനുള്ള ഒറ്റ വാക്കുണ്ട്, ഷൈജു സാർ, ഷൈജു സാർ, ഷൈജു സാർ. ഒരു നല്ല കാര്യം. ഫസ്റ്റ് സെഗ്മെന്റ് എനിക്ക് തന്നിട്ടുള്ള ദൗത്യത്തിൽ ആദ്യത്തെ സെഗ്മെന്റ് കഴിഞ്ഞ മാസത്തെ ഹെയ്ലോൺ ഹെൽത്ത് കെയറിന്റെ ആകമാനം ഇന്ത്യയിൽ ആകമാനമുള്ള ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത ഡിസംബർ 31-ാം തീയതി ബിസിനസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഹെയ്ലോൺ ഹെൽത്ത് കെയറിന്റെ ഇന്ത്യയിലെ നമ്പർ 1 ടീമായി ടീം സൺസ്റ്റാറിന് വീണ്ടും എത്തിപ്പെടുവാൻ ഒരു അവസരം ലഭിച്ചു. ോടുള്ള
വെറുപ്പൊക്കെ അങ്ങ് മാറി. സ്വന്തം കെട്ടിയവനോട് വെറുപ്പായിരുന്നു പുള്ളിക്കാരൻ്റെ. ആ ഒരു ഐഡിയ വെച്ചിരുന്നെങ്കിൽ ഞാനും ഈ ചേരിയിരുന്ന്. അതിന് അയാൾ വിട്ടില്ല, അയാൾക്ക് ഒരിക്കട്ടെ. അല്ലയോ, അതൊക്കെ നമുക്ക് വീണ്ടും പരിഹരിക്കാം, സമയമുണ്ട്. ജനുവരി മാസം ഈ അത്ര പേരെയും സ്റ്റാർ ആക്കാതെ ഇവിടെ പരിപാടി നടക്കത്തില്ല. ശരിയാണോ അല്ലയോ? റെഡിയാണോ? ചരിത്രത്തെ മാറ്റിയിടുന്ന ഒരു വലിയ കമ്പനിയുടെ 3 വർഷം നമുക്ക് ഒന്നാമതാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രം ആണെങ്കിൽ, അത് കൂടാതെ നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ 90% വിജയിച്ചു എന്നുള്ള തെളിവാണത്. നിങ്ങൾ നമ്മൾ കൈപിടിച്ചു എന്നുള്ളതിനർത്ഥം. ഇവിടെ ഇവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവരൊരു മാല അടിക്കാം അല്ലേ? എന്തിനാണ് മാല ചെയ്തല്ലോ? ഫുൾ ഒരു മാലയിൽ ഒരു ഫോട്ടോ എടുത്തു. എനിക്ക് ഏറ്റവും സന്തോഷം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ തന്ന, എന്റെ ജീവിതത്തിൽ എല്ലാവരും നേടിത്തരാൻ എന്നോടൊപ്പം ധൈര്യമായിട്ട് എന്നെ പിടിച്ചിരുത്തി സംസാരിച്ച് ദേഷ്യപ്പെട്ട് എന്റെ സഹോദരനല്ല, എന്റെ എന്താണ് എന്റെ അപ്പനും അമ്മയും കഴിഞ്ഞാൽ, എന്റെ ദൈവത്തിന് കഴിഞ്ഞ എന്റെ അപ്പനും അമ്മയും കഴിഞ്ഞാൽ, എന്റെ കുടുംബത്തിൽ എന്റെ കൂട്ടുകാരല്ല, എന്റെ ആ മോഹനക്കാരനും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും സഹിക്കുന്ന എന്റെ പ്രിയ ഡേവിഡ് സാർ. ഇതിൽ കൂടെ എനിക്ക് ഒന്നും നേടാനില്ല. അതിലൂടെ എന്നെ മാറമാറം പഠിപ്പിച്ച, എന്നെ തീർത്ത, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിന്റെ 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച് അതിന് മുന്നോട്ട് പോകാതെ നിൽക്കുന്ന സമയത്ത് ഈ ബിസിനസ് എടുത്തപ്പോൾ ഇത് ഇങ്ങനെ അടിക്കാം, ഇത് അങ്ങനെ അടിക്കാം, ഈ സിസ്റ്റം എങ്ങനെയാണ്, ബിസിനസ് എങ്ങനെയാണ് പഠിപ്പിച്ച എന്റെ പ്രിയ സഹോദരൻ അരുൺകുമാർ സാർ. മനസ്സിലായോ? ഈ പ്രോഡക്ട്സ് വിളിച്ചിട്ട് ഇതേപോലെ അമ്മമാരുടെ പ്രാർത്ഥനയും ഇതേപോലുള്ള ആളുകളുടെ പ്രാർത്ഥനയും നമുക്കുണ്ടെങ്കിൽ ലോകമുള്ള കാലം വரைക്കും കയ്യിലാണുണ്ടാവും. ഇന്ന് നമ്മൾ 11 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിൽക്കുകയാണ്. ഇതേപോലെ ഒരു 11 വർഷം 20 വർഷം ഒരു കമ്പനി നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും പല ലീഡേഴ്സ് 100 കോടി ഉണ്ടാക്കിയവരുണ്ട്. മനസ്സിലായി? 20 വർഷത്തിലെ ലീഡേഴ്സ് 100 കോടി 200 300 കോടി ഉണ്ടാക്കിയവരുണ്ട്. സോ അതിന് പറ്റിയ രീതിയിലാണ് നമ്മുടെ കമ്പനി നിങ്ങൾ പിടിച്ച് നിന്ന് തരുന്നത്. സോ അപ്പോൾ ഒരു ബെസ്റ്റ് പ്ലാനുമായിട്ട് ഒരു സിംപ്ലിഫൈഡ് ഒരു 500 രൂപയ്ക്ക് പ്രോഡക്റ്റ് സാധാരണമായിട്ടുള്ള രീതിയിലുള്ള പ്രോഡക്ട്സ് ചേഞ്ച് ചെയ്യാതെ പ്ലാൻ ചേഞ്ച് ചെയ്യാതെ എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിട്ട് ഒരു ബിസിനസ് തന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് ഒരു 5 years 10 years നിന്ന് പ്രവർത്തിക്കണം. സോ ഇവിടെ പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഒരു 5 വർഷം നിൽക്കുന്നവർ ഒരാൾ പോലും മിനിമം ഒരു 1 കോടിയോ 5 കോടിയോ വാങ്ങിക്കാതെ തിരിച്ചു പോകുന്നു. മനസ്സിലായോ? എപ്പോൾ കണ്ടാലും നിങ്ങൾ ഉണ്ടാവും.